പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്ന ഒരു ഡിജിറ്റൽ ഇറിഗേഷൻ ടൈമറാണ്. ഒരു സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആളില്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മട്ടുപ്പാവിലെയോ ടെറസിലെയോ ഒക്കെ ചെടിയും ഗ്രോ ബാഗിലെ സാധനങ്ങളെല്ലാം നനയ്ക്കാൻ വേണ്ടി സിമ്പിളായിട്ട് നമ്മളില്ലാതെ ആളുടെ സഹായമില്ലാതെ തനിയെ നനയുന്ന ഒരു സിസ്റ്റം. ഇത് സിമ്പിളായിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാൽ ഇതാണ് യൂണിറ്റ് വരുന്നത്. ഇതൊരു ഡിജിറ്റൽ ടൈപ്പാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുന്ന സമയം അനുസരിച്ച്, നമ്മൾ സെറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വാൽവ് തുറന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ചെടികളെല്ലാം നനയും. അതിൻ്റെ ടൈമിംഗ് ആയി കഴിയുമ്പോൾ, നമ്മൾ ആ സെറ്റ് ചെയ്യുന്ന സമയമായി കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുകയും ചെയ്യും. ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ഇതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് നമ്മുടെ ഈ ഗ്രോ ബാഗും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് നനയുന്നത് എന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് വിഷ്വലായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ ജസ്റ്റ് ഫംഗ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഇതിപ്പോൾ കറണ്ട് ടൈം നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നതാണ് അതിൽ കാണിക്കുന്നത്. ഇതിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഞെക്കി പിടിച്ചാൽ നമുക്കതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും. ആദ്യം നമ്മൾ സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ചോദിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ടൈമാണ്. കറണ്ട് ടൈം 4:49 ഇനി സ്റ്റാർട്ട് ടൈം ചോദിക്കുന്നത് 4:49 എന്നുള്ള ടൈമിൽ എത്ര നേരം കഴിയുമ്പോഴാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവേണ്ടത്. ഞാനൊരു 4:55 വെച്ച് കഴിഞ്ഞാൽ 4:55 ഇതിൻ്റെ നമ്മുടെ ഇറിഗേഷൻ, അതായത് നമ്മുടെ നന സ്റ്റാർട്ട് ചെയ്യുക. എത്ര നേരം നനയ്ക്കണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. മിനിമം നമുക്ക് 1 സെക്കൻഡ് മുതൽ മാക്സിമം 300 മിനിറ്റ് വരെ നമുക്ക് നനയ്ക്കാൻ പറ്റും. അതായത് മിനിമം 1 സെക്കൻഡ്, മാക്സിമം 300 മിനിറ്റ്. നമുക്ക് ആവറേജ് ഒരു നന നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് എന്ന് വയ്ക്കാം. 10 മിനിറ്റ് നമ്മൾ നനയ്ക്കുന്നു. എത്ര ഓഫണായിട്ട്, അതായത് എത്ര നേരം ഇടവിട്ട് നനയ്ക്കണം. മിനിമം 1 മണിക്കൂർ ഡിലേ തൊട്ട് നമുക്ക് മാക്സിമം 15 ദിവസം വരെ നമുക്കതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആവറേജ് ഇപ്പോൾ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഒരിക്കൽ നനച്ചാൽ മതി എന്നുണ്ടെങ്കിൽ 1 ഡേ എന്ന് കൊടുക്കാം. എന്നിട്ട് സെറ്റ് കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഡീറ്റെയിലും ആയി. 4:50 ഇപ്പോഴത്തെ ടൈം. 4:55 അടുത്ത ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് 10 മിനിറ്റത്തേക്കാണ് ഓടാൻ പോകുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഇതേ സമയത്ത് നമ്മൾ ആ ഡിലേ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ 10 മിനിറ്റ് അത് വീണ്ടും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് ഫംഗ്ഷൻ. ഇനി ഞാനത് നിങ്ങൾക്കൊരു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിലേക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 16 mm നമ്മുടെ ഡ്രിപ്പിൻ്റെ ഒക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് 16 mm ഓസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്യുന്ന ചെറിയ ഡ്രിപ്പിൻ്റെ കുറച്ച് യൂണിറ്റുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഞാനത് കണക്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് നോർമലി ഇതിൻ്റെ ഒരു അഡാപ്റ്ററിൽ നിന്ന് ത്രെഡ് ഉള്ള പൈപ്പുകളാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് ഓൾറെഡി ടാങ്കിൽ നിന്ന് ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് താഴെ വന്ന് കിടക്കുന്നുണ്ട്, ഒരു ഗാർഡൻ ഹോസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കോളർ ഉപയോഗിച്ചായിരിക്കും അത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കാര്യം, ഇതിൻ്റെ അകത്തൊരു ഓറിങ് വാഷർ പോലെ കിടക്കുന്നുണ്ട്. എങ്കിലും ഞാനത് ലീക്കേജ് മാക്സിമം ഇല്ലാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ടഫ്ലോൺ ചുറ്റി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോളർ ഞാൻ കണക്ട് ചെയ്തു. ഇനി നമ്മുടെ പൈപ്പ് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പാണ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിലും ലീക്കേജ് വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കുറച്ച് ടഫ്ലോൺ ചുറ്റുമാണ്. കാര്യം ഷെല്ലാക്കൊക്കെ ആയിട്ട് ഇത് സ്ഥിരമായിട്ടാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് ലീക്ക് ഒന്നും ഇല്ലാത്ത, ലീക്ക് പ്രൂഫായിട്ട് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. നമ്മളിപ്പോൾ ഇതൊരു ടെമ്പററി വർക്ക് എന്ന നിലയ്ക്ക് നമ്മളൊരു ഡെമോ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതാണ് നമ്മളപ്പോൾ ഇൻകമിങ് ലൈൻ. ഇനി നമ്മുടെ ഔട്ട് ഗോയിങ് ലൈൻ നമ്മുടെ 6 mm ഡ്രിപ്പിൻ്റെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യണം. ഇത്രയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മളിതിവിടെ വെച്ചിട്ട് ബാക്കി അതിൻ്റെ ഡ്രിപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളപ്പോൾ ഇതിൻ്റെ പഞ്ചിങ് ടൂൾ എടുത്തിട്ടുണ്ട്. നമ്മളത് അതിലൊരു ഹോൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഡ്രിപ്പിൻ്റെ യൂണിറ്റ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അത് സീറ്റിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇതിൻ്റെ ചുവട്ടിൽ വയ്ക്കാം. അത് ഇങ്ങനെ ഓരോന്നിൻ്റെയും ചുവട്ടിലൂടെ നമ്മൾ ഓരോ ഡ്രിപ്പിൻ്റെ യൂണിറ്റുകൾ വയ്ക്കും. നല്ല ഭംഗിയുണ്ടല്ലോ. ഞങ്ങളുടെ മുളകൊന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ, നമ്മുടെ സിസ്റ്റം ഇപ്പോൾ നമ്മളെല്ലാം കണക്ട് ചെയ്ത് കഴിഞ്ഞു. ജസ്റ്റ് ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മാനുവലിന് കൊടുത്തു. നമ്മളൊരു പണിയാണ്, നമുക്കൊരു 5 മിനിറ്റിൽ സെറ്റ് ചെയ്തിട്ട് മാനുവലാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇപ്പോൾ ഇത് മാനുവലായിട്ട് ഇറിഗേഷൻ നടക്കുകയാണെന്നാണ് ഇതിൽ പറയുന്നത്. നമുക്കതിൽ വെള്ളം ചാടുന്നുണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഓരോന്നിൻ്റെയും ചുവട്ടിലേക്ക്
തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുന്നുണ്ട്. ഓക്കെ, എല്ലാത്തിലും ഇപ്പോൾ കൃത്യമായിട്ട് തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് മാനുവലായിട്ടാണ് ചെക്ക് ചെയ്തത്. കാരണം ഇത് നമ്മുടെ പൈപ്പ് ലൈൻ കൊടുത്തേക്കുന്ന എല്ലാം കറക്റ്റാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവും. അത് ആ ബാറ്ററി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കിയാൽ അറിയാം, ഇപ്പോൾ 5 മിനിറ്റിൽ 51 സെക്കൻഡ് ആയിട്ടേ ഉള്ളൂ. ഇത് ആക്ച്വലി ഈ പറഞ്ഞ 5 മിനിറ്റ് വരെ വർക്ക് ചെയ്യും. ഇനി നമുക്കിത് ഫുൾ ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് കൊടുത്തു നോക്കാം. ഓൺ കൊടുത്തു, സെറ്റപ്പ് കൊടുക്കുകയാണ്. ഇപ്പോൾ 5:06 ടൈം കൊടുത്തേക്കുന്നത്. ഞാനൊരു 5:07 കൊടുക്കാൻ പാകത്തിന് വയ്ക്കാം. 5:07 വയ്ക്കുകയാണ്. നമ്മുടെ നനയ്ക്കാൻ പോകുന്നത് 10 മിനിറ്റത്തേക്കാണ്. ഹൗ ഓഫൺ എന്നുള്ളത് ഞാനിപ്പോൾ തൽക്കാലം ഒരു 1 മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കാം. നമുക്ക് 1 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 5:06 സമയം. നമുക്ക് 5:07 വരെ വെയിറ്റ് ചെയ്ത് നോക്കാം അത് തനിയെ ഓണാകുമെന്നുള്ളത്. ഇപ്പോൾ 5:07 അതിൻ്റെ ഡിസ്പ്ലേ ഓഫായി പോയതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അതിൽ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്, വെള്ളം വരുന്നുണ്ട്. എന്താ ഇതിൽ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. എന്താ ഇതിലാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം കൃത്യമായിട്ട് നനയുന്നുണ്ട്. നമ്മൾ ആ സെറ്റ് ചെയ്ത സമയമാകുമ്പോൾ അത് തനിയെ ഓഫ് ആവുകയും ചെയ്തോളൂ. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. നിങ്ങളിപ്പോൾ വീട്ടിലില്ലെങ്കിൽ പോലും നിങ്ങളൊരു ഫ്ലോട്ട് സിസ്റ്റം വെച്ചിട്ട് വാട്ടർ ലെവൽ എപ്പോഴും നമ്മുടെ ടാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളില്ലാത്ത സമയത്ത് അത് ഈസി ആയിട്ട് അത് തനിയെ സമയം അനുസരിച്ച് നിറഞ്ഞോളും. ഇതേപോലെ ഒരു സിസ്റ്റം ചെയ്താൽ മതി. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എന്താണെങ്കിലും ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതിൽ ഇനി ചില കാര്യങ്ങളിൽ ലിമിറ്റേഷനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് വേണ്ടി മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ ടാങ്കിലുള്ള വെള്ളം നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അതിനായിട്ടൊരു ഫ്ലോട്ട് കൺട്രോൾ സിസ്റ്റം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വേണമെന്നില്ല, മോട്ടർ തനിയെ ഓൺ ആയിക്കോളും. വാട്ടർ ഫില്ലായി കഴിയുമ്പോൾ ടാങ്കിൽ ഫില്ലാകുമ്പോൾ തനിയെ ഓഫ് ആവും. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിമിറ്റേഷൻ നമുക്ക് മറികടക്കാൻ പറ്റും. പിന്നെയുള്ള ബാറ്ററിയാണ്. ബാറ്ററി ബാക്കപ്പ് എനിക്ക് വായിച്ചോടം കൊണ്ട് 4-5 മാസത്തോളം അത് ലാസ്റ്റ് ചെയ്യുന്നതാണ്. അത് ആർക്ക് വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ ടോയ്സിലൊക്കെ റീപ്ലേസ് ചെയ്യുന്നുള്ള നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് വരേണ്ടതല്ല. പിന്നെ ഇത് ഭയങ്കര ഈസി ഇൻഡിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അടുത്തത് എപ്പോഴാണ് നനയ്ക്കാൻ പോകുന്നത്, എത്ര നേരമാണ് ഓടാൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്